രാജ്യത്തുള്ള കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി യോജന. ഈ പദ്ധതി പ്രകാരം 6000 രൂപ പ്രതിവർഷം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ PM കിസാൻ നിധിയുടെ 6000 രൂപ ലഭിക്കുന്നവർക്കും സ്വന്തമായി കൃഷിഭൂമി ഉള്ളവർക്കും പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവർക്കും കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പ്രധാന നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ID ലഭിക്കുന്നതാണ്. കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇത് നിർബന്ധമായും ചെയ്യണം. PM കിസാന്റെ 6000 രൂപ ലഭിക്കാത്ത കൃഷിഭൂമി ഉള്ളവരും ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. PM കിസാന്റെ 6000 രൂപ വർഷത്തിൽ 2000 രൂപ വീതം 3 ഗഡുക്കളായിട്ടാണ് ലഭിക്കുന്നത്. ജൂൺ മാസത്തിൽ PM കിസാന്റെ 20ാമത്തെ ഗഡുവിന്റെ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ. ഈ തുക തടസ്സമില്ലാതെ തന്നെ അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും. അടുത്ത ഗഡു വിതരണം ചെയ്യുമ്പോഴായിരിക്കും കർഷക രജിസ്ട്രിയിൽ അംഗത്വം ഉണ്ടോ എന്ന് പരിശോധിക്കുക. കേന്ദ്ര സർക്കാർ കർഷകർക്ക് നൽകുന്ന വിവിധ സബ്സിഡി ആനുകൂല്യങ്ങളും കാർഷിക യന്ത്രവൽക്കരണ പദ്ധതികളും കിട്ടുവാനിനി ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ വേണമെങ്കിലും കർഷക രജിസ്ട്രി ID ആവശ്യമായി വന്നേക്കാം. അതിനാൽ എല്ലാവരും തന്നെ ഇത് കൃത്യമായി ചെയ്യേണ്ടതാണ്. കൃഷിഭവൻ മുഖാന്തരമാണ് ഇത് നടപ്പിലാക്കുന്നത്. കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന അറിയിപ്പുകൾ അനുസരിച്ച് കർഷകർ ഇത് കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ്. കർഷകർ കൃഷിഭവനിൽ നേരിട്ടെത്തിയാണ് കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് ചെയ്യുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട രേഖകൾ കരമടച്ച സർട്ടിഫിക്കറ്റും ആധാർ കാർഡുമാണ്. കൂടാതെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറുള്ള ഫോണും ഇതിന് ആവശ്യമാണ്. OTP അധിഷ്ഠിത വേരിഫിക്കേഷൻ ആയതുകൊണ്ടാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വേണമെന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കതിർ രജിസ്ട്രേഷൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടന്നിരുന്നു. എന്നാൽ ഇത് കർഷക രജിസ്ട്രിയിലേക്കുള്ള രജിസ്ട്രേഷനാണ്. കൃഷിഭവൻ മുഖാന്തരമാണ് ഇത് നടക്കുന്നത്. കർഷകർക്ക് വായ്പ എടുക്കുന്നതിനും കർഷക രജിസ്ട്രിയുടെ ID ഇനി ആവശ്യമായി വന്നേക്കാം. കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. രാജ്യം എമ്പാടുമുള്ള കർഷകർക്ക് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാനുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. ഇതിലൂടെ ലഭിക്കുന്ന ഏകീകൃത തിരിച്ചറിയൽ നമ്പർ ഉപയോഗിച്ചായിരിക്കും സംസ്ഥാന സർക്കാർ നൽകുന്ന പല സബ്സിഡി ആനുകൂല്യങ്ങളും കാർഷിക ആനുകൂല്യങ്ങളും ലഭിക്കാൻ വേണ്ടത്. കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശപ്രകാരം കർഷകർ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം നടപ്പിലാക്കേണ്ടതാണ്. കർഷകർ കൃഷിഭവനിൽ നേരിട്ടെത്തിയാണ് ഇത് ചെയ്യേണ്ടത്. PM കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ കിട്ടുന്നവരും കൃഷിഭൂമി ഉള്ളവരും ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കൂടാതെ PM കിസാന്റെ 6000 കിട്ടാത്ത കൃഷിഭൂമിയുള്ള കർഷകരും കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്.